അസ്സലാമു അലൈക്കും. റിസപ്ഷനും മറ്റും കഴിഞ്ഞ് തിരികെ മാളിയേക്കൽ തറവാട്ടിലെത്തുമ്പോൾ ആകെ കുഴഞ്ഞിരുന്നു മുജീബ്. ആകെ ഒരു മടുപ്പ്. വിവാഹമാണ് കഴിഞ്ഞത്. ആഗ്രഹിച്ചതുപോലെയല്ലെങ്കിലും തൻ്റെ വിവാഹമാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. പക്ഷെ അരികിൽ നിൽക്കുന്ന ഫൈസയെ ഒന്ന് തലയുയർത്തി നോക്കാൻ പോലും തനിക്ക് കഴിയുന്നില്ല. മനസ്സെവിടെയാണ്? തന്നെ വേണ്ടെന്ന് കരുതിപ്പോയവൾ കരികിലോ? ഫൈസയും ഏറെ ക്ഷീണതയായിരുന്നുവെങ്കിലും അവൾ വളരെ സന്തോഷവതിയായിരുന്നു. ഇത്ര നല്ലൊരു ഭർത്താവിനെ കിട്ടിയതിനാലും ആ ഐഷുവിൻ്റെ ശല്യം എന്നേക്കുമായി ഒഴിഞ്ഞു പോയതിനാലും മുജീബിനെ എങ്ങനെയെങ്കിലും പിടിച്ചെടുക്കണം. തൻ്റേത് മാത്രമായി വാശിക്കപ്പുറം തന്നെ തൻ്റെ ഭർത്താവാണെന്ന ചിന്തയാണ് അവളെ കൂടുതൽ സന്തോഷവതിയാക്കിയത്. രണ്ടാളും മാളിയേക്കിലെ കുട്ടികളായതിനാൽ അന്ന് അവരുടെ വീട്ടിൽ തന്നെയാണ് എല്ലാവരും തന്നെ. കുളിച്ചെന്ന് ഫ്രഷായി കുറച്ചെന്തോ കഴിച്ചതോടെ ക്ഷീണമെല്ലാം പമ്പ കടന്നു ഫൈസയുടെ. മുജിയുടെ ഉമ്മ കൊടുത്ത പാൽ ഗ്ലാസുമായി അവൾ അകത്തേക്ക് പോയി. മുജിയുടെ മുറിയിലേക്ക് കടക്കുമ്പോൾ എന്തോ ഒരു വിറയൽ പോലെ തോന്നി ഫൈസയ്ക്ക്. ആദ്യ രാത്രിയുടെ പേടിയും വിപ്രാളവുമല്ല, മുജിയെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന പേടി. വിവാഹത്തിൻ്റെ ചടങ്ങുകളിൽ എവിടെയും തന്നെ അവൻ മുഖം ഉയർത്തി നോക്കിയിട്ടേയില്ല. ഇശലിൻ്റെ പ്രശ്നം അറിഞ്ഞപ്പോൾ മുതൽ മൗനമാണ് എപ്പോഴും. ഒരു പ്രതികാരം വന്നപ്പോൾ വിവാഹത്തിന് സമ്മതം മൂളിയെന്ന് മാത്രം. അതും അവളോടുള്ള ദേഷ്യമാണ്. അല്ലാതെ മുജിയുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഫൈസയില്ല എന്നവൾക്ക് ഉത്തമ ബോധ്യമുണ്ട്. എങ്കിലും എന്നെങ്കിലും ആ മനസ്സിൽ കയറിക്കൂടാൻ കഴിയും എന്നൊരു ഉറപ്പുകൊണ്ടാണ് അവളിതിന് തുനിഞ്ഞത്. റൂമിലേക്ക് കയറുമ്പോഴേ കണ്ടു ഹെഡ് റെസ്റ്റിൽ ചാരി കണ്ണടച്ചിരിക്കുന്ന മുജിയെ. രണ്ട് ചെന്നിയിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണീരിൻ്റെ പാട്. ഐഷുവിന് വേണ്ടിയുള്ള കരച്ചിലാണ്. അത് കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യമാണെന്ന് വന്നത്. എങ്കിലും സംയമനം പാലിച്ചേ പറ്റൂ എന്ന് അവൾക്ക് തോന്നി. മുജി കാൽപെരുമാറ്റം കേട്ട് എഴുന്നേറ്റു. ഫൈസയെ കണ്ടൊരു പകപ്പ് തോന്നി. പിന്നെ വിഷമിച്ചൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. താൻ വന്നിരുന്നോ? ഞാൻ കണ്ടില്ല, സോറി. എനിക്ക് മനസ്സിലാവും മുജിക്ക. ഐഷുവിനെ നിങ്ങൾ അത്ര സ്നേഹിച്ചതല്ലേ. അത് നമുക്ക് വിടാം ഫൈസ. ഐഷുവിൻ്റെ കാര്യം കേട്ടതും ഒരു വെറുപ്പ് ആ മുഖത്ത് പ്രകടമായി. അതവളിൽ ചെറുതായൊരു സന്തോഷം സൃഷ്ടിച്ചു. എന്നെ സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിലും വെറുക്കല്ലേ ഇക്ക. അത് പറയുന്നതിനോടൊപ്പം ഒരു കള്ളക്കരച്ചിൽ അകമ്പടിയും കൂട്ടിനായി എത്തി. മുജീബ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു. എടോ പ്ലീസ് കരയല്ലേ. എനിക്ക് മനസ്സിലാവുന്നുണ്ട് തന്നെ ഞാൻ നിക്കാഹ് ചെയ്തതാണ്, താൻ എൻ്റെ ഭാര്യയാണെന്നെല്ലാം. പക്ഷേ എനിക്ക് കുറച്ച് സമയം വേണം ഫൈസ. അതും പറഞ്ഞവൻ നെടുവീർപ്പോടെ ഇറങ്ങി പുറത്തേക്ക് പോയി. അതേ നെടുവീർപ്പോടെ എന്നാൽ ഒത്തിരി സന്തോഷത്തോടെ ഫൈസയും ഉറങ്ങാൻ കിടന്നു. സെബിയുമ്മ പോയി വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ്സ് കയ്യിലെടുത്തു ഐഷു. മോളെ ഇഷ്ടമായോ? ഇതിപ്പോൾ ചെറിയ വിലയുടേതാണ് കേട്ടോ. എൻ്റെ മോൾക്ക് വീട്ടിലിടാൻ ഇതൊക്കെ മതിയാവില്ലേ? കണ്ണ് നിറച്ചുകൊണ്ടുള്ള ഒരു നോട്ടമായിരുന്നു അതിനുള്ള മറുപടി. ഇത് മതി, ഇതൊക്കെ നല്ല ഡ്രസ്സ് തന്നെയാണല്ലോ. പിന്നെ ഇതൊന്നും ഞാൻ സെലക്ട് ചെയ്തതല്ല മോളെ, ആഷിമോന. അവൻ്റെ കൂടെയാണ് ഞാൻ പോയത്. ഓന ഇതൊക്കെ വാങ്ങിയത്. ഇന്നർ വെയർ മാത്രമേ ഞാൻ വാങ്ങിയുള്ളൂ. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്കത് കേട്ടതും ആകെ വല്ലാതായി. അയാൾ തനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തതോ? വേണ്ടായിരുന്നു. മനസ്സിലോർത്തു. മോൾ പോയി മേൽ കഴുകി വാ, പുറത്താണ് കുളിമുറി. സെബിയമ്മ കാണിച്ച വഴിയെ പുറത്തേക്ക് കുളിമുറിക്കകത്തേക്ക് നടക്കുമ്പോൾ കണ്ടു കുളി കഴിഞ്ഞ് തോർത്തുകൊണ്ട് തല തോർത്തി നടന്നു വരുന്നവനെ. പെട്ടെന്ന് കണ്ട ഷോക്കിലാണെങ്കിലും അവന് നടന്നു പോകാൻ അവളൊന്ന് വഴിമാറി. ഒപ്പം തന്നെ സെബിയമ്മയുടെ കൈ മുറുകെ പിടിച്ചു. ഒട്ടും പരിചയമില്ലാതെ ഒറ്റപ്പെട്ടുപോയ ഒരു കൊച്ചുകുട്ടിയുടെ അവസ്ഥയായിരുന്നു അവൾക്കപ്പോൾ. കൂടെ ഇരുട്ടും. അവൾക്ക് പേടി തോന്നി. മോളെ കുളിമുറിയിൽ കയറിക്കോ. സെബിയമ്മ ഇവിടെ പുറത്ത് തന്നെ നിൽക്കാം. അവൾ ആദ്യമായാണ് പുറത്തൊരു കുളിമുറിയിലേക്ക് കുളിക്കുന്നത്. ഒരുപാട് സൗകര്യത്തിൽ വളർന്ന ഒരു പെൺകുട്ടിയില്ലേ. അവൾക്ക് ഇതൊക്കെ ഒരു പകപ്പാണ് ഉണ്ടാക്കിയത്. ഇവിടെ തന്നെ നിൽക്കൂലേ? അവൾ സെബിയമ്മയോട് ചോദിച്ചു. ആ മോളെ, ഞാൻ നിൽക്കാം, മോള് കയറിക്കോ. കുളിമുറിയിൽ കയറി. ചെറുതാണെങ്കിലും വൃത്തിയുള്ള ഇടം. ചെറിയൊരു വിഷമത്തോടെ തന്നെ വസ്ത്രം മാറി മേലു കഴുകാൻ ഒരുങ്ങുമ്പോൾ കേട്ടു ആരോ വിളിച്ചു പറയും പോലെ ഒരു സ്വരം. ഭീമ, അവിടെ തന്നെ നിൽക്കണേ, അതിന് ചിലപ്പോൾ പേടിയുണ്ടാവും. ആ ആഷി, ഞാൻ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. ആഷി. അവൾ ആ മനസ്സിൽ ആ പേര് തറപ്പിച്ച് പറഞ്ഞു. പെട്ടെന്ന് പിടഞ്ഞൊന്ന് മേൽക്കഴുകി വരുമ്പോഴും കണ്ടു അകത്തിരുന്ന് എന്തൊക്കെയോ പറഞ്ഞ് കഞ്ഞി കുടിക്കുന്ന ആഷിയെയും അക്കുവിനെയും. കുടിച്ചു കഴിഞ്ഞോ മക്കളെ? ബിയും അതും പറഞ്ഞ് ഐഷുവിനെ കൈ പിടിച്ച് അങ്ങോട്ട് ചെന്നു. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു, ഇനി നിങ്ങൾ രണ്ടാളും കഴിച്ചോ. രണ്ടാൾക്ക് വിളമ്പി വെച്ചിട്ടുണ്ട്. സോറി പെങ്ങളെ, പെങ്ങൾ വന്ന ദിവസം
തന്നെ കഞ്ഞിയാക്കിയതിന് വിഷമമുണ്ട്. നാളെ നമുക്ക് ബിരിയാണിയാക്കാം. ഇന്ന് ആകെ ഓട്ടമായിരുന്നില്ലേ? അക്കു അവളോടായി പറഞ്ഞു. ആശു ഒരു പുഞ്ചിരിയോട് കൂടി തന്നെ അവർ രണ്ടാളും കഴിച്ച പാത്രമെടുത്ത് അടുക്കളയിലേക്ക് നടക്കുന്നത് കണ്ടു അവൾ. എന്നിട്ട് പതുക്കെ കഞ്ഞി കുടിക്കാൻ തുടങ്ങി. കഞ്ഞി കുടിച്ചു കഴിഞ്ഞ് ബിയ്യുമ്മ പാത്രമെടുത്ത് അടുക്കളയിലേക്ക് പോയപ്പോൾ അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം ടേബിളിനടുത്ത് തന്നെ അവിടെ നിന്നു. തൊട്ടടുത്ത നിമിഷം ഒരു കൈ നീളുന്നതും കുറച്ച് ഗുളികയും വെള്ളവും ടേബിളിൽ വരുന്നതും അറിഞ്ഞു അവൾ. തൻ്റെ മെഡിസിനാ, കഴിച്ചിട്ട് ബിയ്യുമ്മയുടെ കൂടെ പോയി കിടന്നോ? അത് പറഞ്ഞവൻ അക്കു കിടക്കുന്ന റൂമിലേക്ക് പോകുന്നത് അവിടെ എന്തോ നോക്കി നിന്നു അവൾ. പിന്നെ പതിയെ റൂമിലേക്ക് പോയി. ബെഡിലേക്ക് ചായുമ്പോൾ അവളുടെ മനസ്സിൽ എന്തോ വളരെ ഒരു ശാന്തതയാണ് അനുഭവപ്പെട്ടത്. കണ്ണിൽ മയക്കം പെടുമ്പോൾ അവൾ കണ്ടു സെബിയുമ്മ വന്ന് അരികിൽ കിടക്കുന്നതും ഒരു കൈകൊണ്ട് തന്നെ ചുറ്റിപ്പിടിക്കുന്നതൊക്കെ മുടിയിൽ തലോടുന്നതും. അവൾക്ക് എന്തോ വല്ലാത്തൊരു സങ്കടം വന്നു. ഉമ്മയുടെ സ്നേഹം കിട്ടാത്തവൾക്ക് അവരെ ഒന്ന് ചുറ്റിപ്പിടിച്ച് കിടക്കുമ്പോൾ ഉമ്മയുള്ളത് പോലെയാണ് തോന്നിയത്. എൻ്റെ പൊന്നുമോള് ഇപ്പോൾ ഒന്ന് ആലോചിക്കണ്ട, പഠിച്ചോനെ എല്ലാം ഹൈറിലാക്കും ഇൻഷാ അല്ലാ. ആ ഉമ്മയുടെ തണലിൽ അന്ന് ഇശൽ സുഖമായിട്ട് ഉറങ്ങി. ദിവസങ്ങൾ വളരെ വേഗത്തിൽ പോയി. രാവും പകലും മാറി മാറി വന്നു. ഐഷുവിന് കൂട്ടായി സെബിയും അവിടെ കുറച്ച് ദിവസം നിന്നു. ഏറെക്കുറെ ആ വീടുമായി അവൾ പൊരുത്തപ്പെട്ടു. എന്തിനും ഏതിനും സെബിയും അവളെ കൂടെ നിർത്തി. അവളെക്കൊണ്ട് പക്ഷേ ഒരു പാത്രം പോലും കഴുകിച്ചില്ല. അവൾക്കും ഒരു സെബിയുമ്മ എന്നാൽ സ്വന്തം ഉമ്മയെപ്പോലെ ആയിരുന്നു. മോളെ, കുറച്ച് ദിവസമായില്ലേ വീട്ടിൽ നിന്ന് പോന്നിട്ട്? വീടൊക്കെ ആകെ അടിച്ചു വരാതെ കിടക്കുകയായിരിക്കും. ഞങ്ങളൊന്ന് വീട്ടിൽ പോയിട്ട് വരാം. മോൾക്കിപ്പോൾ കുറച്ചൊക്കെ പരിചയമായില്ലേ? പോണ്ട ബിയ്യുമ്മ, ഇവിടെ നിന്നാൽ മതി. ഐഷു കരച്ചിലോളം എത്തി. വേഗം വരാൻ പറ്റുമെന്ന് ബിയ്യുമ്മ നോക്കട്ടെ. മാത്രമല്ല ജോലി സ്ഥലത്ത് നിന്ന് വിളിക്കുന്നുണ്ട് മോളെ. പാക്കിംഗ് സെക്ഷനിൽ ആൾ കുറവാണ്, പോവണ്ടെന്ന് അക്കുവും ഐഷുവും പറയുന്നുണ്ട്. എങ്കിലും ആ ജോലിയുള്ളത് ബിയ്യുമ്മക്കൊരു ധൈര്യമാണ് മോനെ. എൻ്റെ അക്കുവിനെ ഞാൻ വളർത്തിയത് ആ ഒരു ജോലി കൊണ്ടാണ്. തളർന്ന് വീഴും വരെ ആ ജോലി ഞാൻ ചെയ്യും. ഹാജിയുടെ സൂപ്പർ മാർക്കറ്റിലെ പാക്കിംഗ് സെക്ഷനിലാണ് സെബിയുമ്മ ജോലി ചെയ്യുന്നത്. ആഷിയുടെ സ്നേഹിതൻ്റെ ഉമ്മ ആയതുകൊണ്ട് തന്നെ ജോലി നഷ്ടമാകുമെന്നാണ് അവർ കരുതിയത്. അതിൻ്റെ ചെറിയൊരു നിരാശയും അവർക്കുണ്ടായിരുന്നു. എന്നാൽ 2 ദിവസം മുമ്പേ സൂപ്പർ മാർക്കറ്റിൽ നിന്നും അവരെ വിളിക്കുകയായിരുന്നു. അവരുടെ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിന്നീട് ഐഷു അവരെ വിഷമിപ്പിക്കാൻ നിന്നില്ല. പോകാൻ മനസ്സോടെ തന്നെ അവൾ സമ്മതിച്ചു കൊടുത്തു. ഒറ്റയ്ക്ക് ആശയുടെ കൂടെ അവൾക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. എങ്കിലും കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അവൻ പ്രശ്നക്കാരൻ അല്ല എന്നവൾക്ക് മനസ്സിലായിരുന്നു. ബിയ്യുമ്മാനെ കൊണ്ട് തൻ്റെ ഇഷ്ടങ്ങൾ ചോദിച്ചറിയും. അതിനനുസരിച്ച് തന്നെ വീട്ടിലാവശ്യമായ സാധനങ്ങൾ അവൻ വാങ്ങി നൽകാറുമുണ്ടായിരുന്നു. അവൾക്ക് മീനിനേക്കാൾ ഇഷ്ടം ചിക്കനാണെന്ന് ചോദിച്ചറിയാനും അതിനനുസരിച്ച് അതൊക്കെ വാങ്ങി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയുമാണ് അവൻ. അതുപോലെ അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവൻ കൊണ്ടുവരുമായിരുന്നു. അവൾക്ക് അതെല്ലാം അറിയാം, അതവൻ തനിക്കായി വാങ്ങുന്നത് ആണെന്ന്. അതുകൊണ്ട് തന്നെ സെബിയുന്ന പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ സങ്കടമുണ്ടെങ്കിലും അവൾക്ക് ഭയമൊന്നും തോന്നിയില്ല. അക്കുവിനോടും അവൾക്ക് ചെറിയൊരു അടുപ്പമുണ്ടായിരുന്നു. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെറിയ സംസാരം. എന്നാൽ ആഷിയോട് മുഖത്ത് നോക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യാനുള്ള കേൾപ്പ് ഇല്ലായിരുന്നു. അതിനോടകം തന്നെ ഹാജിയുടെ മരമില്ലിലുള്ള ഡ്രൈവർ ജോലി അവന് നഷ്ടപ്പെട്ടിരുന്നു. പകരം അക്കു ഏൽപ്പിച്ച ഏതോ ഒരു വണ്ടിയുടെ ഡ്രൈവർ ജോലി തന്നെയാണ് അവൻ ചെയ്യുന്നത്. രാവിലെ അക്കുവിനൊപ്പം പോവുകയും അക്കുവിൻ്റെ വണ്ടിയിൽ തിരിച്ചു വരികയും ചെയ്യും. എന്നാൽ ആഷി ഒരു പ്രശ്നക്കാരനല്ല എന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അതവളിൽ നല്ലൊരു ആശ്വാസമുണ്ടാക്കി. വൈകാതെ സെബിയുമ്മയും അക്കുവും തിരിച്ചുപോയി. ആഷിയും ഐഷുവും വീട്ടിൽ തനിച്ചാവുകയും ചെയ്തു. ഇതേ സമയം മാളിയേക്കൽ വീട്ടിൽ മുജീബ് ഫൈസയോടുമായി അടുപ്പങ്ങളൊന്നും കാണിക്കാറില്ല. എന്തെങ്കിലും തരം കിട്ടുമ്പോഴൊക്കെ ഫൈസ മുജീബുമായി അടുക്കാൻ നോക്കും. കൂട്ടിന് എന്ന പോലെ ഉമ്മയുടെ വക കുറേ ഉപദേശങ്ങളും. മുജിയുടെ ഉമ്മയ്ക്ക് പക്ഷേ അവളോട് വലിയ കാര്യമായിരുന്നു. തൻ്റെ മകൻ്റെ മുടങ്ങിപ്പോകും എന്ന് കരുതിയിരുന്ന വിവാഹം നടക്കാൻ വേണ്ടി വിവാഹത്തിന് സമ്മതിച്ച പെൺകുട്ടിയില്ലേ, അതിനൊരു സന്തോഷം അവർക്കുണ്ടായിരുന്നു. മാളിയേക്കൽ ഹാജിയുടെ ഭാര്യ പക്ഷേ മനോവിഷമത്തിലായിരുന്നു. അവർ ഓരോ ദിവസം കഴിയുന്തോറും മനോവിഷമം ഏറി വന്നു. കണ്ണുകൾ കുഴിഞ്ഞു. ഏതു നേരവും നിസ്കാരവും പ്രാർത്ഥനയും മാത്രം ഐഷുവിന് വേണ്ടി. ഹാജിക്കും ഭാര്യയുടെ ആരോഗ്യസ്ഥിതി ഓർത്ത് സങ്കടം തോന്നി. സുബഹി ബാങ്കിൻ്റെ അലയൊലികൾ വീണ്ടും ഒരു പ്രഭാതത്തെ തഴുകി. എന്നും സുബഹിക്ക് ഉണരുന്ന ശീലമുള്ളത് കൊണ്ട് തന്നെ ഐഷു രാവിലെ തന്നെ എഴുന്നേറ്റു. അരികിൽ സെബിയുമ്മ ഇല്ലാത്തതിൻ്റെ ചെറിയ വിഷമത്തിലാണ് ഉറങ്ങിയത്. എന്നും രാവിലെ സെബിയുമ്മയാണ് വിളിച്ചുണർത്തുന്നതും ഒരു ചായ ഇട്ട് തന്ന്
സുബി അവർ ഒരുമിച്ച് നിസ്കരിക്കും. അത് രാവിലെ അത്യാവശ്യം ഇരുട്ടൊക്കെ ഉണ്ടാവും. പുറത്തേക്കിറങ്ങി ഫ്രഷായി വുളു എടുത്ത് വരുന്നത് വലിയൊരു പരിപാടിയാണ്. അവളെ സംബന്ധിച്ച് ഒന്നാമത്തെ അവൾക്ക് ഇരുട്ട് പേടിയാണ്. ഇന്നലെ രാത്രി ഒറ്റയ്ക്ക് കിടക്കാനും പേടിയായിരുന്നു. തൻ്റെ പേടി കണ്ടിട്ടാണെന്ന് തോന്നുന്നു ചെറിയ കട്ടിലെടുത്ത് ഹാളിലേക്കിട്ട് ആഷി അവിടെ കിടന്നു. തന്നോട് വാതിൽ കുറ്റിയിട്ട് സമാധാനമായിട്ട് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ചെക്കൻ വിചാരിച്ച പോലെയല്ല, ആള് ഡീസൻ്റാണ്. ആരുമില്ലാതെയായാൽ ഭാര്യയാണ് എന്ന സ്വാതന്ത്ര്യത്തിൽ അവൻ തന്നോട് പെരുമാറുമോ എന്ന പേടി നല്ല പോലെ അശ്വിനുണ്ടായിരുന്നു. അതില്ലാതെയായപ്പോൾ തന്നെ അവനോടുള്ള പേടി ചെറുതായി അവന് മാറി. അവൾ ഒരു ചെറു ചിരിയോടാണ് ഓർത്തത് എഴുന്നേറ്റതും. നടുവിലെ മുറിയിലെ കട്ടിലിൽ അവനെ കണ്ടില്ല. അടുക്കളയിൽ എന്തോ കാര്യമായ അനക്കമൊക്കെ. വെളിച്ചവുമുണ്ട്. മടിച്ചാണ് അങ്ങോട്ട് ചെന്നത്. അടുക്കളയിൽ കാര്യമായതെന്തോ പണിയിലാണ് കക്ഷി. മുണ്ടും മടക്കി കുത്തിയൊരു ടീഷർട്ടൊക്കെ ഇട്ട് പുറത്തേക്കുള്ള വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. ലൈറ്റുമുണ്ട്. അവൾ നേരെ പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി, പല്ല് തേക്കാനും മറ്റുമായി. പിന്നെ വല്ലാതെ മുറ്റത്തേക്ക് ഇറങ്ങണ്ട കേട്ടോ, നല്ല ഇരുട്ടാ. അവിടെ നിന്ന് മുഖം കഴുകിയാൽ മതി. വെള്ളം ഞാൻ കോരി വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് കേട്ട അശരീരിയിൽ ഐഷ ഒന്ന് തിരിഞ്ഞു നോക്കി. അല്ല, എനിക്ക് എന്തേ? അവൾ തെല്ലൊന്ന് മണിച്ച് ടോയ്ലറ്റും കുളിമുറിയും ചൂണ്ടിക്കാട്ടി. ഒന്നും മിണ്ടാതെ തന്നെ മുറ്റത്തേക്കിറങ്ങി അവൻ കിണറ്റിൽ നിന്ന് ഒരു ബക്കറ്റിൽ നിറയെ വെള്ളം കോരി കുളിമുറിക്കും ബാത്റൂമിനും ഉള്ളിൽ കൊണ്ടുവച്ചു. വേണ്ട, ഞാൻ ചെയ്തോളാമെന്ന് പറയാൻ അവൾക്ക് തോന്നിയെങ്കിലും അവൻ്റെ പ്രതികരണം എന്താവുമെന്ന് ഓർത്ത് അവൾ മിണ്ടാതെ ഇരുന്നു. വെള്ളം കോരി നിറച്ചവൻ അടുക്കളക്കോലയിലേക്ക് തിരിച്ചു കയറി. പൊയ്ക്കോ, പേടിക്കൊന്നും വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. ഫ്രഷായി വേഗം വാ. അവളുടെ മുഖത്ത് അവനായി തെളിഞ്ഞൊരു കുഞ്ഞു പുഞ്ചിരി. തിരിച്ചു വരുമ്പോഴേക്കും കണ്ടു മേശപ്പുറത്തിരിക്കുന്ന ചൂട് ചായ. അത് കുടിച്ച് വുളു എടുത്ത് നിസ്കരിക്കാൻ കയറി അവൾ. നിസ്കരിച്ച് സലാം വീട്ടി തിരിയുമ്പോൾ കണ്ടു കള്ളിമുണ്ട് മാറി വെള്ളമുണ്ടൊക്കെ എടുത്ത് നിസ്കരിക്കാൻ തയ്യാറായി ഒരുങ്ങി നിൽക്കുന്നവനെ. അഷു. ആദ്യമായാണ് അവൻ തന്നെ ഇങ്ങനെ പേരെടുത്ത് വിളിക്കുന്നത്. പകപ്പോടെ തന്നെയാണ് അവൾ ആ മുഖത്തേക്ക് നോക്കിയത്. സെബിയുമ്മയോട് താൻ പറഞ്ഞൊന്ന് കേട്ടോ, മഹറായി കിട്ടാൻ തനിക്ക് ഏറ്റവും ഇഷ്ടം ഖുർആനായിരുന്നുവെന്ന്. അത് മഹറായി അതെനിക്ക് നൽകാൻ കഴിഞ്ഞില്ല. ഇതിപ്പോൾ തനിക്കായി ഞാൻ വാങ്ങിയതാ. നീട്ടിപ്പിടിച്ച അത്യാവശ്യം വലിപ്പമുള്ള പരിശുദ്ധ ഖുർആനുമായി നിൽക്കുന്നവനെ അവൾ ഉറ്റുനോക്കി. സങ്കടം കൊണ്ടോ സന്തോഷം കൊണ്ടോ ഉള്ളു വിങ്ങി. കൈ നീട്ടി അവനിൽ നിന്നത് സ്വീകരിക്കുമ്പോൾ അവളുടെ ഹൃദയം വല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു. പരസ്പരം സ്പർശിച്ച് വുളു മുറിയാതിരിക്കാൻ ശ്രദ്ധിച്ചവൾ അത് വാങ്ങി. നിസ്കാരപ്പായിൽ ഇരുന്നവൾ ആ ഖുർആൻ ഷരീഫ് തുറന്നു. ബിസ്മി ചൊല്ലി അവൾ ഖുർആൻ ഓതി. എന്തു കണ്ടോ പഠിച്ചവൻ അവൾക്കിപ്പോൾ ഒരുപാട് നന്ദി തോന്നി. അർഹിക്കുന്ന ഇണയുടെ കയ്യിലാണ് ഞാൻ. തൻ്റെ പാതി റബ്ബ് വിധിച്ച പാതി എന്ന് തോന്നിപ്പോയി. മാളിയേക്കൽ ഹാജിയുടെ ഭാര്യയുടെ അവസ്ഥ കുറച്ച് മോശമായി കൊണ്ടിരിക്കുകയാണ്. പ്രഷറും ഷുഗറും ഒക്കെ അത്യാവശ്യത്തിൽ കൂടുതലുണ്ട്. ആയിഷ പോയതിൽ പിന്നെ സംസാരവും തീരെ കുറവ്. ഹാജിയെയും അവരുടെ ആരോഗ്യസ്ഥിതി വല്ലാതെ തളർത്തി. എന്നാലും എൻ്റെ ഐഷുമോള് ഓളെ കാര്യം ആലോചിക്കുമ്പോൾ അവൾ ഇടയ്ക്കിടയ്ക്ക് ഹാജിയോടത് പറഞ്ഞു. ഓള് ചെയ്ത തെറ്റെയ്യും കണ്ടതല്ലേ സുബൈദ. നമ്മൾ കയ്യിൽ നിൽക്കൂലെന്ന് കണ്ടോണ്ടല്ലേ ഓന് തന്നെ നിക്കാഹ് ചെയ്തു കൊടുത്തത്. പുറത്തോട്ട് വല്ല വീട്ടുക്കും കല്യാണം ഉറപ്പിച്ചതാണെങ്കിൽ പോട്ടെ എന്ന് വെക്കാം. ഇതിപ്പോൾ മുജിയുടെ മുമ്പിൽ എല്ലാം കണ്ടിട്ടും ഓനോട് എനിക്ക് അവളെ കെട്ടണമെന്ന് പറയാൻ പറ്റുമോ? ഹാജി പറഞ്ഞു. അത് കേട്ടപ്പോൾ പിന്നെ സുബൈദത്ത ഒന്നും പറഞ്ഞില്ല. ഉമ്മൂമ്മയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഐഷു ആണെന്നുള്ളതും എല്ലാവർക്കും അവളോടുള്ള ദേഷ്യം കൂട്ടി. ജീബ് ഫൈസയുമായി വല്ലാതെ അടുത്തില്ല എങ്കിലും അവളുടെ പെരുമാറ്റം കൊണ്ടും ഭാര്യയാണെന്ന് ഉൾക്കൊള്ളാൻ ശ്രമിച്ചുകൊണ്ടും അകറ്റി മാറ്റാൻ ശ്രമിച്ചില്ല. കൂടാതെ നസീറയുടെ തുടർച്ചയായ ഉപദേശങ്ങളുമായി അവരുടെ ജീവിതം മുന്നോട്ട് പോയി. ഒരു ദിവസം സുബഹിയെ നമസ്കരിക്കാൻ എഴുന്നേറ്റതാണ് ഹാജിയുടെ ഭാര്യ സുബൈദ. വുളു എടുക്കുന്ന സമയത്ത് തല ചുറ്റി വീണു. ഹാജി ആകെ പേടിച്ചു. ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ചെയ്തു. ടെൻഷൻ കൂടുതലുള്ളത് കൊണ്ട് തന്നെ പ്രഷറും ഷുഗറും ഹൈ ലെവലിലാണ് നിൽക്കുന്നത്. ഹാജി ആകെ തളർന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ തലക്ക് കൈയും കൊടുത്തിരുന്ന് ഹാജി ഇരുന്നു. എന്താ ഇഷു താനിങ്ങനെ നോക്കുന്നേ? രാവിലെ നിസ്കാരം കഴിഞ്ഞ് അടുക്കളയിൽ മുണ്ടും മാടിക്കുത്തി പണിയെടുക്കുന്ന ആശയെ തന്നെ നോക്കി നിൽക്കുന്ന അശുവിനോടാണ് ആശയുടെ ചോദ്യം. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്നൊരു സൗഹൃദമായിട്ടുണ്ട് ആശയും അവളും തമ്മിൽ. സെബിയുമ്മ ഇടയ്ക്ക് വന്ന് 2 ദിവസം നിന്നുപോയി. അന്ന് പറഞ്ഞിരുന്നു ആശയുടെ അവസ്ഥയൊക്കെ. ഉമ്മ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്. ഉപ്പ കഷ്ടപ്പെട്ട് നോക്കിയതാണ്. കൊറോണയിൽ ഉപ്പയെ നഷ്ടമായതൊക്കെ.
ഒറ്റപ്പെട്ടു പോയപ്പോൾ ചെറിയ കൂട്ടുകെട്ടിലേക്ക് പോയതൊക്കെ. ഒടുവിൽ ഒരു കാര്യവും പറഞ്ഞു സെബിയുമ്മ. ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷം ആ കൂട്ടുകെട്ടിൽ നിന്നും തുടർന്നു പോയിരുന്ന ചില ദുശീലങ്ങളിൽ നിന്നും അവൻ വിട്ടുനിന്നത്. എല്ലാം കേട്ടപ്പോൾ അവൾക്ക് അവനോട് ചെറിയൊരു മതിപ്പ് തോന്നി. അവൻ മാറിയത് തനിക്കായാണോ? അവൻ അവളോട് പലതവണ ചോദിച്ചു നോക്കി. അക്കുവും പറഞ്ഞു ആശി കുറച്ചുകൂടി നല്ലൊരു ജോലിക്ക് നോക്കുന്നുണ്ടോ എന്ന്, കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഓട്ടത്തിലാണ് എന്നൊക്കെ. അതൊക്കെ കൊണ്ട് ഒന്നും ചോദിച്ചില്ല എങ്കിലും അവനോടുള്ള അവിധേയത്വം മാറി വന്നിരുന്നു ഏറെക്കുറെ. അത് ആശിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നു. എന്താടോ ഈ എങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല. ഇതൊക്കെ എങ്ങനെ പഠിച്ചതാ? എന്ത്? അല്ല പാചകമൊക്കെ ഒറ്റക്കല്ലേ ഉള്ളൂ. എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ? അവൻ ചിരിച്ചു. എന്നാൽ ഞാനും എന്തെങ്കിലും ചെയ്യട്ടെ? തനിക്കറിയോ പാചകമൊക്കെ? ഇല്ല, കാണിച്ചു തന്നാൽ മതി, ചെയ്തു നോക്കാം. തൽക്കാലം ഇപ്പോൾ വേണ്ട. വെറുതെ ആ കൈയും കാലും പൊള്ളിച്ച് എനിക്ക് പണിയാക്കും. എന്നാൽ എന്തെങ്കിലും വെജിറ്റബിളൊക്കെ ഞാൻ കട്ട് ചെയ്ത് തരട്ടെ? എന്നിട്ട് വേണം കൈ മുറിക്കാൻ. ഞാൻ കുഞ്ഞിക്കുട്ടിയൊന്നുമല്ല, അതൊക്കെ എനിക്കറിയാം. ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് കിച്ചണിൽ. അവളുടെ മുഖം കുറുമ്പ് നിറഞ്ഞ കുട്ടികളുടെ മുഖം പോലെ വീർത്തു. അവൻ ആ കവിള് രണ്ട് കുത്തിപ്പൊട്ടിക്കാൻ കൊതി തോന്നി. തൽക്കാലം ഇപ്പോൾ വേണ്ട. ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല, ഉച്ചക്ക് കഴിക്കാനുള്ള ലഞ്ചും ഉണ്ടാക്കി കിച്ചണും ക്ലീൻ ചെയ്താണ് അവൻ രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങുക. പിന്നെ ഇഷലിന് അവിടെ പ്രത്യേകിച്ചൊരു പണിയുമില്ല എന്നതാണ് സത്യം. രാവിലെ കുളിച്ചു മാറ്റുന്നത് അവളുടേതൊന്ന് കഴുകി വിരിക്കും. ഒറ്റയ്ക്കിരിക്കുമ്പോൾ പക്ഷേ അവൾക്കുള്ളിൽ ഒരു മുഖം തെളിയും, കുഞ്ഞോളെ എന്നുള്ള ഒരു വിളിയും. ഇതേസമയം ഹാജിയാരുടെ ഭാര്യ സുബൈദക്ക് മൈനർ സൈലന്റ് അറ്റാക്കാണ് ഉണ്ടായത്. ഇന്നൊരു ദിവസം ഒബ്സർവേഷനിൽ കിടക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ പറയുന്നത് കേട്ട് ഹാജിയാറും ഒന്ന് നെക്കി. ഹാജിയുടെ ഉയരും ലോകവും അയാളുടെ ഭാര്യയാണ്. അവർക്ക് എന്തെങ്കിലും പറ്റിയാൽ സഹിക്കില്ല അയാൾക്ക്. ഒരു നിമിഷം ഐഷുവിനെ വിളിച്ചു വരുത്തിയാലോ എന്ന് പോലും ചിന്തിച്ചു അയാൾ. തൻ്റെ കുഞ്ഞ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് പോലെ. അയാൾക്ക് തൻ്റെ ഭാര്യയെ ഒന്ന് കാണണമെന്ന് തോന്നി. തളർന്നു കിടക്കുന്ന തൻ്റെ പ്രിയ പത്നിക്ക് മുന്നിൽ അയാൾ കണ്ണുനീർ വാർത്തു. മുജീബ് വൈകിട്ട് വന്നപ്പോഴാണ് ഉമ്മ വിവരം പറഞ്ഞറിയുന്നത്. ഉടനെ തന്നെ റെഡിയായി അവൻ ഹോസ്പിറ്റലിലേക്ക് പോകാനൊരുങ്ങി. ഞാനും വരട്ടെ മുജിക്ക? ഫൈസയാണ്. അതിന് മറുപടി പറയണമെന്നതറിയാതെ അവൻ നിന്നു. അകറ്റി മാറ്റാനും അടുത്ത് പെരുമാറാനും കഴിയാത്തൊരവസ്ഥ. നിസ്സംഗതയോടെയുള്ള മൂളൽ കൊണ്ട് അവൻ തൻ്റെ ഉത്തരം ഒതുക്കി. വേഗം റെഡിയായി വന്ന് ഫ്രണ്ടിൽ തന്നെ കയറിയിട്ടുണ്ട് ഫൈസ. ഉമ്മ പറഞ്ഞിട്ടുണ്ട് അവനെ ഒരിടത്തേക്കും ഒറ്റയ്ക്ക് വിടരുത് എന്ന്. പരമാവധി സ്ഥലങ്ങളിലൊക്കെ അവനുമായി അടുത്തിടപഴകി അവൻ്റെ മനസ്സിൽ കയറി പറ്റണമെന്ന്. അവൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. എന്നാൽ വളരെ ശ്വാസം മുട്ടിയ ഒരവസ്ഥയിലായിരുന്നു മുജീബ് ഉണ്ടായിരുന്നത്. എങ്കിൽ കൂടി ഒരിക്കലും അവളെയായിട്ട് മാറ്റാൻ കഴിയില്ല എന്ന് അവനറിയാമായിരുന്നു. മുജീബിൻ്റെ മനസ്സിൽ നിന്നും ഐഷു ഒഴിവായി വരാൻ സമയമെടുക്കും എന്നവർക്ക് നല്ലതുപോലെ അറിയാമായിരുന്നു. ഇക്കാക്ക് ഇതുവരെ എന്നോടുള്ള ദേഷ്യം അറിയില്ലേ? ഫൈസയുടെ ചോദ്യം കേട്ട് മുജീബ് ഒന്ന് ഞെട്ടി. എനിക്ക് എന്ത് ദേഷ്യം തന്നോട്? അവൻ ചിരിക്കാൻ ശ്രമിച്ചു. അല്ല, ഇക്ക എൻ്റെ മുഖത്തേക്കൊന്നും നോക്കുന്നില്ല. അത് പിന്നെ സമയം വേണമല്ലോ എനിക്ക്. തന്നോട് പറഞ്ഞില്ലേ ഞാൻ? അത് ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ജീവിക്കാനല്ലേ? തുറന്നൊന്ന് സംസാരിക്കാൻ എന്തിനാ ഇക്ക സമയം? വിവാഹത്തിന് മുന്നേ സംസാരിച്ചതുപോലെയെങ്കിലും എന്നോടൊന്ന് ഇടപഴകിക്കൂടെ? ഇതിപ്പോൾ കല്യാണം കഴിഞ്ഞപ്പോൾ അതുപോലും ഇല്ലാതായി. ശരിയാണ്, വിവാഹത്തിന് മുന്നിൽ മാമയുടെ മകൾ എന്ന നിലയിൽ തുറന്നൊരു സംസാരമൊക്കെ തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. എന്തിന്? ഷമീമിനെയും ഐഷുവിനെയും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഫൈസയുടെ ഫോണിലേക്കായിരിക്കും വിളിക്കുക. അത്ര നല്ല രീതിയിലുള്ള അടുപ്പമായിരുന്നു അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നത്. ഫൈസ, നിനക്കറിയാമായിരുന്നല്ലോ സംഭവിച്ചതെന്താണെന്ന്. അതിൽ നിന്ന് മാറി വരാൻ കുറച്ച് സമയമെടുക്കും. നീ പേടിക്കണ്ട. ഇനി ഒരിക്കലും ഐഷുവിന് തിരിച്ചെൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല. എനിക്കറിയാം എൻ്റെ മഹറാണ് നിൻ്റെ കഴുത്തിലെന്ന്. പക്ഷേ അവളെ മുഴുവനായി മറന്ന് എനിക്ക് നിന്നെ സ്നേഹിക്കാൻ അതിന് നീ എനിക്ക് കുറച്ച് സമയം തരണം പ്ലീസ്. അപ്പോഴേക്കും കണ്ണൊക്കെ വല്ലാതെ നിറഞ്ഞു അവൻ്റെ. എനിക്കറിയാം ഇക്ക അവളെ ഒരുപാട് സ്നേഹിച്ചു. അവൾ ഇക്കാനെ പറ്റിക്കുന്നതാണെന്ന് അറിഞ്ഞ് ഞാൻ എന്തോരം വിഷമിച്ചിട്ടുണ്ട് എന്നോ? ഫൈസ പറയുന്നത് കേട്ട് മുജി നെട്ടി അവളെ നോക്കി. അപ്പോൾ നിനക്കറിയായിരുന്നോ അവർ തമ്മിൽ? അറിയായിരുന്നു. എത്ര നാളായിട്ടുള്ള റിലേഷൻഷിപ്പാ? അവൻ അറിയാനുള്ള ഇതിൽ ചോദിച്ചു. കുറച്ച് നാളായെന്ന് തോന്നുന്നു. എപ്പോഴും ആരൊക്കെയോ ഫോൺ വിളിക്കുന്നത് കാണാം. ഇയാളാണോ വേറെ ആരെങ്കിലും ആണോ എന്നറിയില്ല. പക്ഷെ വേറൊരാളുടെ കൂടെയും
ഞാൻ അവളെ കണ്ടിട്ടുണ്ട്. ഫൈസ തൻ്റെ കുറുക്കൻ ബുദ്ധി ഒന്ന് പ്രയോഗിക്കാനുള്ള ശ്രമം നടത്തി. എങ്ങനെയെങ്കിലും മുജീബ് അവളെ കൂടുതൽ കൂടുതൽ വെറുക്കണമെന്ന് തോന്നി. ആ സമയത്ത് ഫൈസ ചിന്തിച്ചത് അങ്ങനെയാണ്. സഡൻ ബ്രേക്ക് ഇട്ട് കാറൊന്ന് നിർത്തി മുജീബ്. അവൾ ഉൾക്കൊള്ളാവുന്നതിലും അപ്പുറമായിരുന്നു. നീ തോന്നിയത് പറയരുത്. മുജിയുടെ ഭാവം കണ്ട് ഫൈസയ്ക്ക് പേടിയായി. അവൾ ഉള്ളിൽ പല്ലെരുമ്പി പുറമേ കള്ളക്കണ്ണീർ ഒഴുക്കി. ഞാൻ വെറുതെ പറഞ്ഞതല്ലേ ഇക്ക. അവൾ പലരുമായിട്ട് ഒരേ സമയം റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, ഫൈഹക്കും അറിയാം. എന്നിട്ട് നിങ്ങളൊന്നും എന്നോടെന്താ പറയാതിരുന്നത്? ഷമീനോടും ഒന്നും പറഞ്ഞില്ലല്ലോ. അതിലെന്തോ ഉണ്ടല്ലോ. അവളൊന്ന് ഞെട്ടി. പിന്നെ നുണകൾ പറയാൻ അവൾ നല്ല മിടുക്കിയാണല്ലോ. അത് നമ്മുടെ ഐശ്വല്ലേ. മുജിക്കാടെ ആലോചന വന്നപ്പോൾ അവൾ മാറി. മുജിക്കാനെ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞങ്ങൾ കരുതിയത്. ക്ഷമിക്കറിഞ്ഞാൽ അറിയാലോ, ആ വീടിൽ നിന്ന് അവളെ പുറത്താക്കും. പക്ഷെ ചീത്ത സ്വഭാവമൊക്കെ എത്ര പറഞ്ഞിട്ടും അവൾ മാറ്റാൻ കൂട്ടാക്കിയില്ല മുജിക്ക. പക്ഷേ ഇത് മനസ്സിലിട്ടവൾ മുജിക്കാനെ ചതിക്കുന്നത് എന്ന് അറിയില്ലായിരുന്നു ഞങ്ങൾക്ക്. അവൾ അതിവിദഗ്ധമായി തന്നെ കഥകൾ മെനഞ്ഞു. അപ്പോഴും അത് വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു മുജീബ്. നിശ്ചയം കഴിഞ്ഞതിന് ശേഷമാണ് ഐഷുവിനോട് തനിക്ക് കുറേശ്ശെയായി ഇഷ്ടം തോന്നിയത്. അവളുടെ ഒതുങ്ങിയ പ്രകൃതം ആണ് തനിക്ക് അവളിൽ ഏറ്റവും പ്രത്യേകമായി തോന്നിയത്. നിശ്ചയത്തിന് ശേഷം വിളിക്കുമ്പോൾ പോലും അതിരി കവിഞ്ഞ പോലും ഒരു സംസാരവും തങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല. തൻ്റേതാണെന്ന സ്വാതന്ത്ര്യത്തിൽ തമാശയിൽ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ തന്നെ മുജിക്ക വേണ്ടട്ടോ, നിക്കാഹ് ഒന്നും കഴിഞ്ഞിട്ടില്ല നമ്മുടെ എന്ന് പറയുന്ന ആളാണ്. ഇങ്ങനെ സംസാരിക്കുന്നത് പോലും തെറ്റാണ് എന്ന് പറയുന്ന ആളാണ്. ഇക്കാക്ക് വിഷമമാവണ്ടെന്ന് കരുതിയായി വിളിക്കാൻ പോലും ഞാൻ സമ്മതിക്കുന്നത് എന്നൊരു ശാസനയോടെ പറഞ്ഞു നിർത്തുന്ന തൻ്റെ കുഞ്ഞോൾ, തൻ്റെ ഐഷു, അതിന് തനിക്ക് മുന്നിൽ അഭിനയിച്ചതാവുമോ? മനസ്സിൽ ആശിക്കുള്ളതുകൊണ്ട് അത് വിവാഹം കഴിഞ്ഞാലും ആഷിഖുമായി ചേർന്ന് തന്നെ പറ്റിക്കാമെന്ന് കരുതിയിട്ടുണ്ടാവുമോ? അതായിരിക്കോ അവൾ തന്നോട് കാണിച്ചിരുന്നത്? അവനൊരു നിമിഷം ഫൈസയുടെ സംസാരം കേട്ട് അങ്ങനെ ചിന്തിച്ചു പോയി. അവൻ്റെ മുഖം കണ്ടു. അവളെക്കുറിച്ച് ഓർക്കുന്നത് കണ്ട് സങ്കടവും ദേഷ്യവും ഒരുപോലെ വന്നെങ്കിലും താൻ പറഞ്ഞതൊരു കരടായും അവൻ്റെ മനസ്സിൽ ഉണ്ടാവുമെന്ന് വിചാരിച്ച് സന്തോഷിച്ചു ഫൈസ. എന്നും എത്തുന്നതിൽ അല്പം വൈകിയാണ് ആഷിഖ് ജോലി കഴിഞ്ഞ് അന്ന് വീട്ടിലെത്തിയത്. വല്ലാണ്ട് നേരം വൈകിയപ്പോൾ പെണ്ണ് പേടിച്ചിട്ടുണ്ടാകുമെന്ന് അവന് ഉറപ്പായിരുന്നു. അല്ലെങ്കിലേ പകൽ പോലും ഐഷുവിന് പേടിയാണ്. പരിചയമില്ലാത്ത സ്ഥലം, പരിചയമില്ലാത്ത ചുറ്റുപാടുകൾ. കവലയിൽ ഇറങ്ങി അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്വീറ്റ് ബോക്സും വാങ്ങിയവൻ വന്നത്. അതിപ്പോൾ ഒരു ശീലമാണ്. അവന് മാത്രമല്ല, കിട്ടുന്ന അവൾക്കും. എന്നാൽ ദൂരെ നിന്നും കണ്ട് ഇരുട്ടിൽ മുങ്ങി നിൽക്കുന്ന വീട് അവനുള്ളിൽ പേടി പോലെ തോന്നി. വീട്ടിൽ ലൈറ്റില്ല. ഒരു വിധത്തിൽ അകത്തേക്ക് കയറി ലൈറ്റിട്ട് നോക്കിയതും അവൻ ഞെട്ടിപ്പോയി. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.